ഹായ് ഫ്രണ്ട്സ്, കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. ഇത്തവണ പിളർന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അല്ല, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്നാണല്ലോ താത്വികാചാര്യനായ ശ്രീമാൻ KM മാണി തന്നെ പറയുന്നത്. ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് 7-8 ഉണ്ട്. LDF-ൽ 4, UDF-ൽ 3, NDA-ൽ ഇപ്പൊ രണ്ടാമത്തത്. ഇത്തവണ താരമെന്ന് പറയുന്നത് ശ്രീ സജീവ് മഞ്ഞക്കടുമ്പനാണ്. അദ്ദേഹവും NDA-യിലേക്ക് എത്തിയിരിക്കുകയാണ്. താൻ ദേശീയ മുസ്ലിം ആണെന്നാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോ മഞ്ഞക്കടുമ്പനെ ദേശീയ കേരള കോൺഗ്രസ് എന്ന് വിളിക്കേണ്ടി വരുമായിരിക്കാം. പറയാനാവുകയില്ല. കാരണം ഭാഗ്യാന്വേഷണങ്ങളുടെ എല്ലാം ഒരു ഇടത്താവളം അല്ലെങ്കിൽ ഒളിത്താവളമായി തീരുകയാണ് NDA. എന്താണെങ്കിലും അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വന്നിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വേണ്ട ഏതെങ്കിലും സീറ്റാണ്. അദ്ദേഹം ചോദിക്കുന്നത് പൂഞ്ഞാറ്, ഏറ്റുമാനൂര് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി. ഈ സീറ്റൊക്കെ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതൊന്നും കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് കാര്യമില്ല. പിന്നെ സീറ്റ് കിട്ടാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് NDA തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭാഗ്യാന്വേഷി, മറ്റൊരു ഭാഗ്യാന്വേഷി. 2019 നിയമസഭ ഇലക്ഷന് പറ്റിയെന്താ? കേരള കോൺഗ്രസ് പിളർന്നപ്പോ നേതാക്കന്മാരെല്ലാം ജോസഫ് ഗ്രൂപ്പിൽ ചെന്നു. അണികൾ കൂടുതലും മാണി ഗ്രൂപ്പിലും. ഇപ്പോ നേതാക്കന്മാരെ ഉൾക്കൊള്ളാനാവാതെ ഓരോരുത്തർ പുറത്ത് ചാടുകയാണ്. കാരണം എവിടെ സീറ്റ് കൊടുക്കാനാ? ജോസഫ് ഗ്രൂപ്പിന് ആകെ 2 സിറ്റിംഗ് സീറ്റേ ഉള്ളൂ, തൊടുപുഴയും കടുത്തുരുത്തിയും. അതുപോലും സംശയത്തില്ല. പിന്നെ അവരെവിടെ സീറ്റ് കൊടുക്കാനാ? അതുകൊണ്ട് പുറത്ത് ചാടുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. പിന്നെ ഇഷ്ടംപോലെ സീറ്റ് കൊടുക്കാനുള്ള ഏക മുന്നണി എന്ന് പറയുന്നത് NDA തന്നെയാണ്. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ BJP-ക്കാർ UDF-നെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു പതിവ്. ഇപ്പൊ പലയിടങ്ങളിലും UDF BJP-യെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടതുപക്ഷം വോട്ട് ചെയ്യരുത്, BJP-ക്ക് ചെയ്തു. അങ്ങനെ UDF-ഉം BJP-യും തമ്മിലൊരു ശക്തമായ അന്തർധാര മുമ്പോട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കത്തിരുന്ന് കാണാം.